പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് പോലെ ഒരു ദൈവവേദനന് സന്തോഷപ്രദമായ മറ്റൊരു സ്ഥാനമില്ല. കർത്താവിൻ്റെ സന്നിധി സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. നമുക്ക് അതിരാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്നത് എത്ര സന്തോഷമാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ ഇത് റെക്കോർഡിങ് ചെയ്യുന്ന ഈ സമയം ഏകദേശം 5:45 സമയമാണ്. അപ്പോൾ ഒരു രീതിയിൽ ഇത്രമാത്രം ഒരുക്കങ്ങളോടുകൂടി ഇത്രയും രാവിലെ ആയിരിക്കുന്നത് ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഇന്നും നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ സംസാരവും തൻ്റെ വചനത്തിലൂടെയാണെന്ന് നമുക്കറിയാമല്ലോ. ഓരോ വിശുദ്ധന്മാരും ഈ വചനത്താലാണ് ആ തികവിലേക്ക് നടക്കേണ്ടത്, അല്ലെങ്കിൽ നടത്താൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെ മാത്രമാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മപ്രേരണയാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയ നീതിമാൻ എന്ത് ചെയ്യും എന്ന് സങ്കീർത്തനം 11:3 നമുക്ക് വായിക്കാൻ കഴിയും. അത് ഞാൻ വായിക്കാം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ചില വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ചിലപ്പോൾ മഴക്കാലത്തോ അല്ലെങ്കിൽ ചെറിയ നല്ലൊരു കാറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ മറിഞ്ഞു വീഴുന്നത് കാണാൻ കഴിയും. അതിന് കാരണം എന്താ? അതിൻ്റെ അടിസ്ഥാനം ശരിയല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അടിസ്ഥാനം ശരിയാണെങ്കിൽ അതൊരു കാരണവശാലും വീഴത്തില്ലായിരുന്നു. അപ്പോൾ അടിസ്ഥാനം ശരിയല്ലാത്തതുകൊണ്ടത് വീഴുവാനിടയായി. നമുക്കറിയാം, വലിയ വലിയ ചില മരങ്ങൾ ചെറിയ കാറ്റ് വരുമ്പോൾ വീഴുന്നു. അതിന് കാരണം എന്താ? അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അതിൻ്റെ വേരാണ്. ആ വേര് ആഴത്തിലിറങ്ങാത്തത് കൊണ്ട് അതിനെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ്റെ നിലനിൽപ്പ് പല വിധത്തിലുള്ള അടിസ്ഥാനങ്ങളെ ആധാരമാക്കിയ ആത്മീയത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മളത് ചിന്തിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലോക മനുഷ്യരെ പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു അടിത്തറ പോലെ നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ ഒരു ചിന്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന അടിത്തറ ഇളകി മറിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമോ? സാമ്പത്തികം പലർക്കും വളരെ അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഉറപ്പിനൊരു ആധാരമായിട്ട് എടുക്കാറുണ്ട്. എന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന് സാമ്പത്തികം നഷ്ടപ്പെട്ടാലും അവന് അതിലൂടെ തളർച്ച ഉണ്ടാകുമോ? അതിനെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് അതിനുവേണ്ടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഹബക്കൂക്കിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഹബക്കൂക്കിൻ്റെ കിതാബ് ഹബക്കൂക്ക് 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അപ്പോൾ ഇവിടെ ഹബക്കൂക്ക് പറയുന്നത്, സാമ്പത്തികമായിരിക്കുന്ന ചുറ്റുപാട് 4 പാടുമുള്ള പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അതുകൊണ്ടൊന്നും എൻ്റെ വിശ്വാസ ജീവിതത്തെ തളർത്തുവാൻ കഴിയുകയില്ല എന്ന. ഇതൊരു വളരെ വിലയേറിയ സംഭവമല്ലേ? ഹബക്കൂക്കിനെ സംബന്ധിച്ചിടത്തോളം അത്തിവൃക്ഷത്തിൽ ഫലമില്ല, മുന്തിരിവള്ളിയിൽ ഫലവുമില്ല,
ഒരു മരത്തിൽ ഫലമില്ല, നിലങ്ങളിൽ ഫലമില്ല, ആട്ടിൻകൂട്ടങ്ങളെല്ലാം നശിച്ചു, ഗോശാലകളിൽ കന്നുകാലികളില്ല. ഇങ്ങനെയുള്ള ഇത്രയും ഭയങ്കരമായ ഒരു പ്രതികൂലം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതൊക്കെ അവരുടെ ആദായ സൂത്രങ്ങളായിരുന്നു, കാര്യങ്ങളായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഹബക്കൂക്ക് പറയണം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഒരു യഥാർത്ഥമായ ഭക്തന് അത് ചെയ്യാൻ കഴിയും. കാരണം നമുക്കറിയാം, ഹബക്കൂക്കിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഹബക്കൂക്ക് 2-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ ബി പാർട്ടാണ് ഞാൻ വായിച്ചത്. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നോക്കുക, ഈ പ്രയോഗം തന്നെ പുതിയ നിയമത്തിൽ 3 എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 എവിടേക്കാണെന്നറിയാമോ? ഒന്ന് റോമാലേഖനം 1:17, മറ്റൊന്ന് ഗലാത്യർ 3:11, മൂന്നാമത് നമ്മൾ കാണുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിലാണ്. ഇവിടെ എല്ലാം വായിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവമക്കളെ, നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ ആശ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ കഴിയും. ആ കർത്താവിൽ എനിക്കെല്ലാം ഉണ്ട്. ആ കർത്താവ് അനുവദിക്കാതെ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. പലപ്പോഴും പലരുടെയും ധാരണ ചിലരൊക്കെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ ഭക്തരായി ജീവിക്കുന്നതെന്നാണ്. അത് പൊതുവെയുള്ള ഒരു അഭിപ്രായം മാത്രമല്ല, പിശാച് പോലും അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. നമുക്കറിയാം, നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ ദൈവത്തോട് ഇയ്യോബ് പറയുന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന കംപ്ലൈൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇയ്യോബ് ഭക്തനായിരിക്കാൻ ഉള്ള കാരണത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇയ്യോബോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇയ്യോബ് നിന്നോടുള്ള ഭക്തിയിലായിരിക്കുന്നത്, അല്ലെങ്കിൽ അവനൊരു ഭക്തനായിരിക്കുന്നത് കാരണം നീ അവൻ അനേക നിലയിലുള്ള ഭൗതിക നന്മകൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇയ്യോബ് നിന്നെ ത്യജിച്ചു കളയുമെന്നാണ് ഇവിടെ പിശാച് വാദിക്കുന്നത്. എന്നാൽ നമുക്കറിയാം തുടർന്നുള്ള കാര്യങ്ങൾ. ദൈവം ആ അനുവാദം കൊടുക്കുന്നു, പിശാച് എല്ലാത്തെയും നശിപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ 10 മക്കളെ പോലും അവൻ കൊല്ലുന്നു. ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെയൊന്നും ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചില്ല. അവിടെയെല്ലാം ഇയ്യോബ് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതേ 1-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം വാക്യം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. നോക്കുക, ഇവിടെ ഇയ്യോബിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു കാര്യം പറഞ്ഞത്, പിന്നെ ദൈവത്തിൽ നിന്നും ദൈവം എടുത്തു എന്നുള്ള നിലയിലാണ്. ദൈവമല്ല വാസ്തവത്തിൽ അതിന് പിശാചിനെ എടുക്കാൻ അനുവാദം കൊടുത്തു എന്നുള്ളതാണ് സത്യം. എനിവേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഒരിക്കലും നമ്മുടെ അനുഗ്രഹങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഒന്ന് ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടിത്തറ, സാമ്പത്തികമായ അടിത്തറ മറിഞ്ഞു പോയാലും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഭക്തിക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷയവും വരുത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത്. അങ്ങനെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് പറയാൻ കഴിയണം.
ചിലർക്കറിയാം, ചിലരുടെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തികം അല്പം ക്ഷയിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്നൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ ദൈവത്തിന് പകരം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ഇവിടെ ഈ സാമ്പത്തികമെന്ന ആ ഒരു അടിത്തറ മറിഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള വീഴ്ചകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊരു പ്രതികൂലമുണ്ടായാൽ നമുക്ക് ഇവിടെ ഹബക്കൂക്ക് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ? എത്രയെല്ലാം പ്രതികൂലമുണ്ടായാലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷയും ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് സാൻമാർഗിക അടിത്തറ മറിഞ്ഞാൽ. സാൻമാർഗിക അടിത്തറ മറിയുക എന്ന് പറഞ്ഞാൽ നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ മുഴുവനും വളരെയധികം പാപം കൊണ്ട് പെരുകിയിട്ട് ഒരു രീതിയിലും നേരാമണ്ണം ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക. അത് നിശ്ചയമായും ഒരു വലിയ ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ. എന്നാൽ അവിടെയും നമുക്ക് പറയാൻ കഴിയുന്നത് യഥാർത്ഥ നീതിമാൻ ദൈവത്തോടു കൂടെ തന്നെ നടക്കും. ഈ പ്രതികൂലത്തിൽ എന്ന് പറഞ്ഞാൽ സാൻമാർഗിക അടിത്തറ വീണു പോയാൽ പോലും ദൈവത്തിൻ്റെ നീതിമാൻ അവൻ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഒരു വലിയ തെളിവാണ് നോഹയുടെ ജീവിതം. നോഹയുടെ കാലഘട്ടം വളരെ മോശമായൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഭയങ്കരമായിരിക്കുന്ന അതിക്രമങ്ങൾ, എവിടെ നോക്കിയാലും പാപം. നോക്കുക, അങ്ങനെ ഭൂമി പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തിലും നോഹയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അതേ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. കണ്ടോ, നോഹ ദൈവത്തോടു കൂടെ നടന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പരിസ്ഥിതികളെ പഴിക്കുന്നവരാണ്. അതൊക്കെ ഇങ്ങനെയുള്ള ചുറ്റുപാടായതുകൊണ്ട്, അല്ലാതെ ഒരു നിവൃത്തി ഇല്ലാതെ വന്നതുകൊണ്ട് എനിക്കും അങ്ങനെയുള്ള തെറ്റുകളിലൂടെ പോകേണ്ടി വന്നു എന്നൊക്കെ പറയുന്നവരാണ്. ഞാൻ ഈ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയും ഞാൻ നിങ്ങളോട് പറയാം. ഇതൊക്കെ പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ വളരെ പ്രാഗൽഭ്യം എനിക്കുണ്ട്. കാരണം ഞാൻ വളരെയധികം എന്ന് പറഞ്ഞാൽ മോഷണം പതിവാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ഞാൻ സർവീസ് ചെയ്തത്, ആർമി സപ്ലൈ കോപ്സ്. അവിടെ എല്ലാവരും മോഷണത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി ഓടി നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ മധ്യത്തിലാണ് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം വീണ്ടും ഒരു 14 വർഷങ്ങൾ കൂടി അവിടെ മധ്യത്തിൽ യാതൊരു രീതിയിലുള്ള ആ തെറ്റുകളിലും പെടാതെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാനിടയായിത്തീർന്നത്. അപ്പോൾ അങ്ങനെയുള്ള മധ്യത്തിൽ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രയാസമേറിയതാണെന്ന് അതിനെ ആ നിലയിൽ പോകുന്നവർക്ക് മാത്രം പറയാൻ കഴിയും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് യഥാർത്ഥമായും ദൈവഭയമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളെല്ലാം നമുക്ക് ജയിക്കാൻ കഴിയും, വളരെ ലളിതമായി ജയിക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യം. ലൂക്കോസ് 17-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ
എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോക്കുക, അപ്പോൾ നോയയുടെ കാലത്ത് അവരുടെ പാപപ്രവർത്തികൾ പെരുകിക്കൊണ്ടിരുന്നു. അതിൻ്റെ മധ്യത്തിൽ നോഹ കുടുംബമായി ദൈവത്തെ സേവിച്ചു, ദൈവത്തോടു കൂടെ നടന്നു. ഇതെത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമുക്ക് ചുറ്റുപാടും എത്രയെല്ലാം പാപം പെരുകിയാലും നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ദൈവത്തോട് കൂറുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ദൈവവൈതനാണ്, ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, ഇന്ന് ഞാൻ ദൈവത്തിന് ജീവിക്കുന്നു. ആ ഒരു കാര്യം എല്ലാ വിശുദ്ധന്മാരും ഓർക്കണം. നിശ്ചയമായും നമുക്ക് ഈ ലോക ജീവിതത്തിൽ പാപത്തിനെതിരെ ഒരു വലിയ പോരാട്ടം കഴിക്കണം. അതിനെക്കുറിച്ചും എബ്രായ ലേഖകൻ പറയുന്നൊരു വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കണ്ടോ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നോക്കുക, അപ്പോൾ നമുക്ക് പാപത്തോട് പോരാട്ടമുണ്ട്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് അങ്ങനെയുള്ള പാപത്തിൽ പെട്ടുപോകാതിരിക്കാൻ തക്കോണം നമ്മളെ രക്ഷിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു, നമ്മളെ കാക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ സാൻമാർഗിക അടിത്തറ അറിഞ്ഞാലും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ പ്രകാരത്തെ ലോകപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത് ഒരു കാര്യം, നമ്മുടെ ആരോഗ്യം എന്ന അടിത്തറ മറിഞ്ഞു പോയാൽ ആരോഗ്യത്തെ ചിലപ്പോൾ ശത്രു ചിലപ്പോൾ ഇടപെട്ടെന്ന് വരാം, നമ്മളൊരു രോഗിയാക്കി തീർത്തുന്നു വരാം. അപ്പോൾ അവിടെ നമുക്ക് എന്തായിരിക്കും? ഇവിടെയെല്ലാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതിമാൻ ആ സമയത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നീതിമാൻ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്കൊരു വേദന, ദുഃഖം, പ്രയാസമുണ്ടായാൽ നമുക്കവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇവിടെ നമുക്ക് വീണ്ടും ഈ ഇയ്യോബിനെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു, മക്കളെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഇയ്യോബ് തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. അപ്പോൾ വീണ്ടും പിശാച് കൊണ്ടുവന്ന കംപ്ലൈൻറ്റ് എന്താണെന്നറിയാമോ? അതാ വിചിത്രം അല്ലേ? നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം ഞാൻ വായിക്കാം. ഇയ്യോബ് 2-ാം അധ്യായം 4-5 വാക്യം. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, ഇവിടുത്തെ കാര്യങ്ങൾ എത്ര ഭയങ്കരമല്ലേ? അപ്പോൾ വീണ്ടും എങ്ങനെയെങ്കിലും ഒരു ഭക്തനെ അവൻ്റെ ഭക്തിയിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനായിട്ട് ശത്രു എപ്പോഴും ശ്രമിക്കും. നമ്മൾ ചിന്തിക്കണം, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ വീണ്ടും ദൈവം അനുവാദം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്തുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെയുള്ള അനുവാദം കൊടുത്തത്? കാരണം ദൈവത്തിന് തൻ്റെ ദാസനായ ഇയ്യോബിൽ പൂർണ്ണമായും വിശ്വാസമുണ്ടായിരുന്നു. എത്രയെല്ലാം കഠിന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഇയ്യോബ് എന്നെ ത്യജിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയുമോ?
അങ്ങനെ ഒരു ആഴമായ വിശ്വാസം നമുക്കുണ്ടോ? ഈയോബിന്മേലുണ്ടായിരുന്നത് പോലെ ഒരു വിശ്വാസം എന്നെക്കുറിച്ച് ദൈവത്തിന് ഉണ്ടോ? അതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഈയോബിനെ ആ നിലയിലും അവൻ്റെ ശരീരത്തെയും ബാധിച്ച് അവൻ്റെ ആരോഗ്യത്തെയും ക്ഷയിപ്പിക്കുവാനുള്ള അനുവാദം ദൈവം കൊടുക്കുക. എന്ത് സംഭവിച്ചു? നമ്മളതിൻ്റെ ഈയോബ് 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. നോക്കുക പ്രിയമുള്ളവരെ, ഇത്രമാത്രം വലിയ പ്രതികൂല പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഇയ്യോബ് ദൈവത്തെ ദുഷിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേക വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിച്ചു വരാം. നമുക്ക് ഏതൊരവസ്ഥയിലും ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളോട് തിരുവചനം നമുക്ക് തരുന്ന വാഗ്ദത്തം, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എത്ര വലിയ കാര്യമാണ്! ഇവിടെ ഇത്ര വലിയ പ്രതികൂലമുണ്ടായപ്പോഴും ഇയ്യോബ് ഒരു രീതിയിലും ദൈവത്തെ ത്യജിക്കുകയോ ദൈവത്തിൽ നിന്നും നിരാശനാകുകയോ ചെയ്തില്ല. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴാണ് നമ്മളും ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനം എന്നുള്ളത് എപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അടിസ്ഥാനം അല്ലെ? ഒരു വേര്, വൃക്ഷത്തിൻ്റെ വേരാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അത് ഭൂമിക്കുള്ളിലാണ്. ഇതുപോലെ ദൈവവും നമ്മളുമായിട്ട് ഒരു യഥാർത്ഥ ആഴമായ രഹസ്യ ബന്ധമുണ്ടെങ്കിൽ ഏത് നിലയിലുള്ള പ്രതികൂലത്തെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് പ്രയാസമില്ല. അവിടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ദൈവാശ്രയത്തിലൂടെ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മൾ പുതിയ നിയമത്തിലെ അഗ്രഗണ്യ ഭക്തനാണല്ലോ പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. വളരെ വേദനാജനകമായിരിക്കുന്ന ശാരീരികമായ എന്തെങ്കിലും ക്ലേശമായിരിക്കാം, എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അനേരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് നല്ല നിലയിൽ കാഴ്ചശക്തി ഇല്ലായിരുന്നു എന്നുള്ള നിലയിൽ പറയാറുണ്ട്. മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എനിവേ, ഇവിടെ കർത്താവിനോട് താൻ 3 പ്രാവശ്യം തനിക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത ഉത്തരം, ആ ഉത്തരമാണ് വളരെ പ്രാധാന്യമുള്ളത്. നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ പൗലോസിൻ്റെ ഹൃദയംഗമായ ഒരു ആഗ്രഹം മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം വളരെ വിലപ്പെട്ട കാര്യമല്ലേ, എൻ്റെ കൃപ നിനക്ക് മതി. അത് ഫിലിപ്പിയർ 4:13 പൗലോസ് പറയുണ്ടായി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളോടുള്ള ബന്ധത്തിൽ, ഈ ജീവിത യാത്രയിൽ നമുക്കിങ്ങനെയുള്ള പ്രതികൂലങ്ങൾ
സാമ്പത്തികമെന്ന ആ അടിത്തറ മറിഞ്ഞു പോയാൽ നമുക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയുമോ? സാൻമാർഗികം അല്ലെങ്കിൽ ഒരു അസാൻമാർഗികത വർദ്ധിക്കുമ്പോൾ ഒരു നല്ല സാൻമാർഗിയായി അല്ലെങ്കിൽ ഒരു നല്ല ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? അല്ല, നമ്മുടെ ആരോഗ്യമെന്ന അടിത്തറ മറിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വീണ്ടും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കോട്ടെ. നമ്മുടെ ബന്ധങ്ങൾ അല്ലേ, ബന്ധവും ഒരു അടിത്തറ പോലെയാണ്. നമ്മുടെ സ്നേഹബന്ധം, കുടുംബ ബന്ധം, സഹോദരി ബന്ധം അത് മറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ബന്ധങ്ങൾ മറിയുന്നിടത്തും ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ വെറുക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാനിടയാവും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് യോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. പിന്നെ താൻ ഏകദേശം 13 വർഷങ്ങൾ താൻ വളരെ ശോധനയോടെ കടന്നുപോയി. അതിനുശേഷം താൻ മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായി തീർന്നു. ഫറവോ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനം തൻ്റെതാണ്. തൻ്റെ മുമ്പിൽ എല്ലാവരും മുഴങ്ങാൻ മടക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ സഹോദരന്മാർ എല്ലാ നിലയിലും തന്നെ ദ്രോഹിക്കുകയും തന്നെ വഞ്ചിക്കുകയും തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്ത സഹോദരന്മാർ യോസഫിൻ്റെ അടുക്കൽ വരുന്നു. ആഹാരം കൊള്ളാൻ വരുന്നു. അതിനുശേഷം അവരെ എല്ലാവരെയും മിസ്രൈമിലേക്ക് വരുത്തുന്നു. അവിടെ ആയിരിക്കുമ്പോൾ പിന്നെ യാക്കോബ് മരിക്കുന്നു. മരണാനന്തരം യോസഫിൻ്റെ സഹോദരന്മാർ തങ്ങൾ ചെയ്ത തെറ്റുകൾ നിമിത്തം ഭയപ്പെടുന്നു. അപ്പോൾ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. ജോസഫ് എപ്പോഴും നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാ ഒരു ഭക്തൻ്റെ കാര്യം. നമ്മൾ തേൻ എത്ര കുലിക്കിയാലും അത് മധുരിക്കത്തേ ഉള്ളൂ. ഇതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ വളരെയധികം തിക്തമായ അനുഭവങ്ങൾ പകർന്ന ഈ സഹോദരങ്ങൾ ഭയപ്പെട്ടു. അപ്പോൾ അവരോട് ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഉൽപ്പത്തി 50-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളാണ്. ഞാൻ വായിക്കാം. അവിടെ നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. കണ്ടോ പ്രിയരെ? അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തകർക്കപ്പെട്ടു എന്ന് വിചാരിച്ചാലും അങ്ങനെയുള്ളവരോടും ഒരു യഥാർത്ഥ ഭക്തൻ അവൻ എന്തു ചെയ്യും? അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത് എന്താ അറിയാമോ? നമ്മൾ എന്ത് ചെയ്യണം? ആരെല്ലാം നമ്മളോട് ശത്രുത കാണിച്ചാലും നമുക്കെതിരെ പ്രവർത്തിച്ചാലും അവരോട് നാം ഒരിക്കലും ദോഷമായി ഒന്നും ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് നന്മ ചെയ്യണം. കാരണം നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്ന 12-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നുപോയാലും നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. ഒരു വാക്കൂടെ ഞാൻ വായിച്ചോട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുക. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോൾ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു 4 അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചത്. അപ്പോൾ ഒന്ന്, നമ്മുടെ സാമ്പത്തിക അടിത്തറ മറിഞ്ഞു പോയാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ
നീതിമാൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവനവിടെയൊക്കെ അതിനെ അതിജീവിക്കാനായിട്ട് കഴിയും. രണ്ട്, നമ്മൾ കണ്ടത് നമ്മുടെ സാൻമാർഗിക അടിത്തറ മറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ പാപം പെരുകുമ്പോൾ ആ പാപത്തോട് നാം ഒരിക്കലും കൂടാതെ അതിൻ്റെ മധ്യത്തിലും നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും. അതിന് നമ്മൾ ഹബക്കൂക്കിൻ്റെ നോഹയുടെ ജീവിതം നമ്മൾ കാണുകയുണ്ടായി. മൂന്നാമത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിത്തറ. അനേകരുടെയും വിശ്വാസ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ തളർച്ച ഉണ്ടാവും. അങ്ങനെ ഉള്ള അനുഭവത്തിൽ നമ്മളിവിടെ കണ്ടത് ഇയ്യോബിനെയാണ്. ഇയ്യോബിൻ്റെ മുഴുവൻ ആരോഗ്യസ്ഥിതിയും പോയി. താൻ വളരെ ഒരു രോഗിയായി, പരിക്കളാൽ ബാധിച്ചവനായി, എല്ലാവരും സ്വന്തം ഭാര്യ പോലും വെറുക്കത്തക്കതിനെത്തി. അപ്പോഴും ഇയ്യോബിന് തൻ്റെ ഭക്തി ഒരിക്കലും അതിലൊരു കുറവ് ഉണ്ടായില്ല. നാലാമത് നമ്മൾ കണ്ടത് നമ്മുടെ ബന്ധുക്കൾ. ആ ബന്ധുക്കൾ എന്ന അടിത്തറ, അതിൽ വീഴ്ചയുണ്ടായാൽ ബന്ധുക്കൾ നമ്മളെ പകയ്ക്കുന്നു, നമ്മുടെ മിത്രങ്ങൾ നമ്മളെ പകയ്ക്കുന്നു. പക്ഷെ അവിടെയും എന്ത് ചെയ്യണം? നാം അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് നമ്മൾ നന്മ ചെയ്യണം. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തെയും അല്പമായിട്ട് ലഘുവായിട്ട് നമ്മൾ കാണുകയുണ്ടായി. പ്രിയമക്കളെ, ഇനിയും ദൈവം സഹായിച്ചാൽ, ഇന്ന് സമയം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാളെ ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ അടിത്തറ എന്താണ്, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്നത്തെ ദിവസം കർത്താവ് വന്നില്ല എങ്കിൽ വീണ്ടും ഈ ചിന്തകൾ അല്പം കൂടെ മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും, അതിനെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് അനുഭവത്തിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള അറിവിലൂടെയും കടന്നു പോകുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.